എല്ലാവർക്കും പ്രിലിംസ് സ്ട്രാറ്റജി സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് നോട്ട് മേക്കിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത കാലഘട്ടം മുതൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആയിരിക്കും നോട്ട് എഴുതി ഉണ്ടാക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ക്ലാസ് റൂമിലെ ലെക്ചർ നോട്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിക്കുന്ന നോട്ട്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസിൽ നിന്നോ നിങ്ങൾ തന്നെ കോപ്പി ചെയ്യുന്ന നോട്ട് മേക്കിംഗ് ആകാം, എന്തുമായിക്കൊള്ളട്ടെ. ഇതാണ് ഇനിയും തൊട്ട് നമ്മളെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പം പഠിക്കാനുള്ള സമയം കണ്ടെത്തണം, പുതിയ പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കണം, അതിനോടൊപ്പം തന്നെ റിവിഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ഇപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ, ഇപ്പം സപ്പോസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം റിവൈസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ പോളിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് എടുത്ത് റിവൈസ് ചെയ്യുന്നതിനേക്കാളും, അല്ലെ ഗോച്ചിങ് ലിയോങ്ങിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചെയ്യുന്നതിനേക്കാളും, അല്ലെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ നോട്ട് മേക്ക് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ സ്വന്തം ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് മെമ്മറിക്ക് ഒരു പ്രാക്ടീസും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം നോട്ടുകളും അതേപോലെ എഴുതിയെടുക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്റ്റുകളായിരിക്കും നമ്മൾ എഴുതിയെടുക്കുന്നത്. അതേപോലെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിലും ലെക്ചർ നോട്ടുകൾ എന്ന് പറയുന്നതും ഒരു സാറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ പഠിപ്പിക്കുന്ന മൊത്തം ഇൻഫർമേഷൻ നിങ്ങൾ അവിടെ എഴുതിയെടുക്കുന്നില്ല. ഏറ്റവും ക്രക്സ് ആയിട്ട് തോന്നുന്ന അല്ലെ ഏറ്റവും എസൻസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു കോൺസെപ്റ്റുകൾ, അതായത് ഈ ഒരു 1-2 സെന്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ അവിടെ ക്ലാസ് റൂമിൽ ആ സാർ എടുത്ത ഒരു ക്ലാസ് നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അതൊരു മെമ്മറി പ്രാക്ടീസ് ആണ്. അപ്പം മെമ്മറിയിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു സാർ എന്ന് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതേപോലെയുള്ള നോട്ടുകൾ നിങ്ങൾ നോക്കുമ്പോൾ NCERT-യിലൊക്കെ എന്തായിരുന്നു ആ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് മെമ്മറിയെ കൃത്യമായിട്ട് എൻഹാൻസ് ചെയ്യാനും കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ റീകോൾ ചെയ്യാനും ഒക്കെ ഈ ഒരു നോട്ട് മേക്കിങ്ങിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നോട്ട് മേക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിവിഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടിൽ നിന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് മെമ്മറി നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയി എന്ന് തോന്നുകയാണെങ്കിൽ അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഉടനെ തന്നെ പോയി അതിന്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കാതെ അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം റീകോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അതൊരു പ്രാക്ടീസാണ്. നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാക്ടീസും കൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങളത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം കൊടുത്തോളൂ, എന്നിട്ട് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മൾ കുളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും ഈ പാട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതിന്റെ അർത്ഥം ബ്രെയിൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യന്റെ ആൻസർ ബ്രെയിൻ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ മെമ്മറിയിൽ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ അത്ര പവർഫുൾ ആണ് നമ്മുടെ ബ്രെയിൻ. അതുകൊണ്ട് നിങ്ങൾ ആക്ടിവിറ്റീസ് കൊടുക്കുക. കാരണം നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു 2 അവേഴ്സിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ആ 2 അവേഴ്സിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം, നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഓടിയെത്തണം. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ടൊരു പ്രാക്ടീസ് കൊടുക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ ഒരു നോട്ട് മേക്കിങ്ങിലൂടെയും ആ നോട്ടിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു മെമ്മറി പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.